സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വിയേർഡ് റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ മൂവി റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്കാണ് ഇത് റിലീസും കാര്യങ്ങളൊക്കെ ആയി. ഞാൻ ജസ്റ്റ് ലേറ്റ് ആയി പോയി കാണാൻ. കാര്യം ഇറങ്ങാൻ നേരത്തിന് ഈ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വർക്കിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ലീവൊക്കെ കിട്ടിയിട്ട് കാണാമെന്നൊക്കെ ഓർത്ത് അങ്ങനെ കുറച്ച് ലേറ്റ് ആയി പോയി. പക്ഷേ പടം കുറേ നെഗറ്റീവ് കേട്ടായിരുന്നു ഓൾറെഡി തന്നെ. പക്ഷേ എന്നാലും നീ സ്വയം ഒന്ന് കാണണം എന്നുള്ളത് കണ്ടു നോക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. സോ പടത്തിന് കയറി. നിങ്ങൾക്ക് ഈ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനാണ്. എനിക്ക് എന്താണെങ്കിലും പടം കണ്ടിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ആവറേജ് രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാര്യം ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് പേഴ്സണലി കുറേ എനിക്ക് ഇഷ്ടപ്പെട്ട പടമായിരുന്നു. കാര്യം അല്ലു അർജുൻ്റെ കുറേ മാസ് ഒരു വേറെ ലൈൻ രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഫസ്റ്റ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സോങ്സ് ആണല്ലോ എല്ലാം നല്ലതായിരുന്നു. സെക്കൻഡിലേക്ക് വന്നപ്പോഴത്തേക്കും കുറേ സോങ്സ് ഉണ്ട്. കാര്യം ഒന്നാമത്തെ കാര്യം ചില സോങ്സിൻ്റെയൊക്കെ ഡബ്ബിങ് നമുക്ക് ഇച്ചിരി ആയിട്ട് തോന്നും. ചിലപ്പം 2-3 തവണയൊക്കെ കേൾക്കുമ്പോൾ യൂസ്ഡ് ആയിട്ട് തോന്നുമായിരിക്കും, പിന്നെ ഓക്കെ ആകുമായിരിക്കും. പക്ഷെ ആദ്യമൊക്കെ തിയേറ്ററിൽ ഞാൻ സത്യം പറഞ്ഞാൽ പാട്ടൊന്നും കേട്ടിട്ടില്ലായിരുന്നു. ആദ്യം തിയേറ്ററിൽ കേട്ടപ്പോൾ 1-2 സോങ്സിൻ്റെയൊക്കെ ലൈൻ എനിക്ക് ഭയങ്കര ഒരു ഒരു ചവർപ്പ് പോകുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തുടക്കം അല്ലു അർജുന് ജപ്പാനിൽ വെച്ചൊരു സീനുണ്ട്. ആ ഒരു സീൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. അത് അല്ലു അർജുൻ സ്വപ്നം കണ്ടാണോ അതോ തേർഡ് പാർട്ടിൽ എന്തെങ്കിലും സംഭവമാണോ എന്താണെന്ന് എനിക്ക് വരെ മനസ്സിലായിട്ടില്ല. കാര്യം അല്ലു അർജുൻ്റെ ഇവിടെ ആയിട്ടൊരു ബുള്ളറ്റ് കൊള്ളുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് സീനിൽ അല്ലു അർജുൻ ഉടുപ്പൊക്കെ ഇങ്ങനെ ഊരി കാണിക്കുന്ന ഒരു സീനുണ്ട്. കാര്യം തടി ചുമന്നതിൻ്റെ പാടൊക്കെ കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരു ബുള്ളറ്റിൻ്റെ പാടം ഒന്നുമില്ല. ആ ഒരു സീൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. കാര്യം സ്വപ്നം കണ്ടാണോ ഫ്യൂച്ചർ അടുത്ത മൂവിയിലെ സീനാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും ആ ഒരു സീൻ വേണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നിയത്. ചുമ്മാ ഇച്ചിരി ഓവറായ പോലെയാണ് എനിക്ക് തോന്നിയത്. കാര്യം ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് 3 ദിവസം ഇരുന്ന് അണ്ണൻ ജപ്പാൻ പഠിച്ചിട്ട് വരുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. അത് പോട്ടെ, മൂവി ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല, ആ സാധനം വിടാം. പിന്നെ ഈ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ, എനിക്ക് കണ്ടപ്പം ഞാൻ ഓർത്തത് ഫസ്റ്റ് പാർട്ടിൻ്റെ എൻഡിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും പടം തുടങ്ങുന്നതെന്നാണ് ഞാൻ ഓർത്തത്. കാര്യം ഫഹദിനെ കാണിച്ചുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത് ഇച്ചിരി കൂടെ കിടിലനായിരുന്നു. കാര്യം ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടല്ല പടം വന്നേക്കുന്നത്. നിർത്തിയിട്ട് പിന്നെ ഒരു രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു, ഫഹദിനെ കാണിച്ചിട്ടുണ്ട്. ഫഹദിൻ്റെ ഇച്ചിരി കൂടെ പെർഫോമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റിൽ തന്നെയാണ്. സെക്കൻഡിൻ്റെ അകത്ത് അത്ര മാരക പെർഫോമൻസ് അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഒരു സൈക്കോ രീതി നമുക്ക് ഇച്ചിരി തോന്നും ഫസ്റ്റ് പാട്ട് എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടെ. പിന്നെ ഫഹദിനൊരു അത്ര ഹൈപ്പ് കൊടുത്ത് വന്നിട്ട് ഒന്നുമില്ലാത്ത രീതിയായ പോലെ എനിക്ക് തോന്നി. സെക്കൻഡ് പാർട്ട് ഈ പടത്തിൻ്റെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇൻ്റർവെൽ ആയപ്പോൾ ഞാൻ അവിടുത്തെ പടം തീർന്നതാണ്. പക്ഷെ പടം തീർന്നിട്ടില്ല, അത് ജസ്റ്റ് ഇൻ്റർവെൽ ആയതുകൊണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് പാർട്ടിനകത്ത് കുറേ മടുപ്പ് സീനുണ്ടായിരുന്നു ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട്. ഒന്നാമത്തെ കാര്യം ആ ഒരു അമ്പലത്തിൽ വെച്ച് അല്ലു അർജുനും മറ്റേ കാളിയുടെ വേഷമൊക്കെ ഇട്ടിട്ടൊരു ഫൈറ്റ് സീനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് രാഷ്മികയുടെ ഒരു മണ്ടം പെർഫോമൻസ് ഉണ്ട്. ശരിക്കും നമുക്ക് ഡബ്ബിങ്ങിൻ്റെ ആണോ എന്നാത്തിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല. ഇത് നല്ല രീതിയിൽ ക്രിഞ്ച് പഠിക്കും, നല്ല രീതിയിൽ മടുപ്പടിക്കും. എൻ്റെ സാമി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി അവിടെ കിടന്ന് കാറിക്കൂന്ന സീനൊക്കെ ഉണ്ട്. അത് നമുക്ക് മടുപ്പടിക്കും, ശരിക്കും മടുപ്പടിക്കുന്ന സീനാണ്. ഈ ഒരു പടത്തിൻ്റെ അത് കുറേ സെൻസർ ചെയ്ത് 3.5 മണിക്കൂറിനൊന്നും ഒരു ആവശ്യമില്ല. ഈ പടം കുറേ സെൻസർ ചെയ്ത് ഇറക്കുവാണെങ്കിൽ നല്ലൊരു പടമാണ്, കിടിലൻ മൂവിയാണ്. ഈ ആവശ്യമില്ലാത്ത കുറേ വേസ്റ്റ് സീനുകൾ, കുറേ ക്രിഞ്ച് അടിപ്പിക്കുന്ന കുറേ സീനുകൾ കുത്തി നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ പടം ശരിക്കും ഒരു മടുപ്പായി പോയത്. പിന്നെ ഈ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സ് എനിക്ക് ആ ഒരു സീൻ ഭയങ്കര മടുപ്പിടിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് സീനുണ്ട്. അല്ലു അർജുൻ ചാടിപ്പോയി പറന്നുപോയി ആൾക്കാരെ കടിച്ച് മറ്റേ കൊരവല്ലി കടിച്ച് തുപ്പുന്ന കുറേ ഫൈറ്റ് സീനുണ്ട്. അത് ഒരു സീൻ വല്ലതും ആണെങ്കിൽ കുഴപ്പമില്ല. അതുപോലത്തെ ഒരു കുറേ പേരെ പറന്ന് കടിക്കുന്ന സീനുണ്ട്. അത് എനിക്ക് ഭയങ്കര മടുപ്പിടിച്ചു പോയി. കാര്യം നമ്മൾ ഏതൊരു ഫിലിം കാണുമ്പോഴും അതിൻ്റെ എൻഡിങ് ആ ഒരു ക്ലൈമാക്സ് നല്ലതാണെങ്കിൽ തന്നെ പടത്തിൻ്റെ ബാക്കി എന്തോ ഒരു ബോറാണെന്ന് നമുക്ക് പടം ഇഷ്ടപ്പെടും. ഇതിൻ്റെ പക്ഷേ എനിക്ക് അതുവരെ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ക്ലൈമാക്സ് ഇത്ര ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ദഹിക്കാത്ത രീതിയിലായിപ്പോയി. അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരു നെഗറ്റീവ് അടിച്ചത്. പിന്നെ ഇതിൻ്റെ അകത്ത് സോങ്സ് പ്ലേസ് ചെയ്തേക്കുന്നത് എല്ലാം പെട്ടെന്നൊരു സീൻ കഴിഞ്ഞ് പെട്ടെന്നൊരു സോങ്സ് കയറി വരുന്ന ആ രീതിയിലാണ് ഇതിൻ്റെ മൂവിയുടെ സോങ്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഞാൻ നോക്കിയിട്ട് എല്ലാം ഓക്കെ, ക്ലൈമാക്സിലെ ഫൈറ്റ് സീൻ അതെന്നാന്ന് വെച്ചാലും കട്ട് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ചൊക്കെ സെൻസർ ചെയ്ത് അവർക്ക് ഇറക്കാറുണ്ട്. 3.5 മണിക്കൂറിനുള്ള ഒന്നും ഈ ഒരു പടത്തിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഒരു 2 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. ഈ പടം നൈസായിരുന്നു. അത്രയാണ് എനിക്ക് ഈ പടം കണ്ടു തോന്നിയത്. നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ ഓവറാക്കിയ കുറേ സീൻസ് ഉണ്ടായിരുന്നു, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ തെലുങ്ക് മൂവിയാണ്, അല്ലു അർജുൻ്റെ സീനൊക്കെയാണ്. ക്ലൈമാക്സിലെ സീനും ആ ഒരു കരച്ചിൽ സീൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പടം വേറെ കുഴപ്പമൊന്നും തോന്നില്ല. ബാക്കിയൊക്കെ എനിക്ക് പിന്നെ കണ്ടിരിക്കാൻ തോന്നി. പിന്നെ ഫസ്റ്റിലെ എൻട്രി സീൻ, ആ ജപ്പാനി വെച്ചുള്ള സീനും വേണ്ടായിരുന്നു തോന്നി. ഇത്രയാണ് എനിക്ക് മെയിനായിട്ട് ഈ ഒരു പടത്തിൽ തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ എൻഡിങ് കൊണ്ട് എത്തിച്ചേക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. കാര്യം ഇതുവരെ സ്റ്റോറി ബിൽഡ് ചെയ്തുകൊണ്ട് വന്നതിനൊക്കെ പടം തെന്നി മാറി, സ്റ്റോറി വേറെ എങ്ങോട്ടോ പോയി. ആ ഒരു രീതിയിൽ എനിക്ക് തോന്നിയായിരുന്നു. അപ്പം എനിക്ക് കണ്ടിട്ട് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് തന്നെയാണ്.
അപ്പം നിങ്ങൾക്ക് ഈ ഒരു മൂവി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനാണ്. അപ്പം എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ പറഞ്ഞത്. ഇനി സത്യം പറഞ്ഞാൽ പടം ഓക്കെ ആവറേജ്, ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പം ഫസ്റ്റിനേക്കാളും ഭയങ്കര താഴെയായിട്ട് തോന്നി. കുറച്ചുകൂടിയൊക്കെ നന്നാക്കായിരുന്നു, കുറച്ചും കൂടിയൊക്കെ സെറ്റപ്പ് ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ കണ്ടിരിക്കായിരുന്നു, മസാലപ്പടം ആയതുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.